ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ഇ.ഡി. നോട്ടീസ് അയച്ചു. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും സുധീഷ് കുമാർ പ്രവർത്തിച്ചിരുന്നു. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്താണ് വിശദാംശം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ, സ്വാഭാവിക ജാമ്യത്തിലോ അല്ലാതെ ജാമ്യത്തിലിറങ്ങിയ മുഴുവൻ പ്രതികൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നേരത്തെ അയച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴികെ എല്ലാവർക്കും നോട്ടീസ് അയച്ചിരുന്നു. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഡി സുധീഷ് കുമാറിനും നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും സുധീഷ് കുമാർ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ സുധീഷ് കുമാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പ്രതികളെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ മുരാരി ബാബു, എസ് ശ്രീകുമാർ അടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. എന്നിട്ട് അവരെ ചോദ്യം ചെയ്യലിനെയും വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് എതിരെയുള്ള നടപടി, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ തെളിവുകളും സാമ്പത്തിക ഇടപാടുകൾ രേഖകളും എല്ലാം ശേഖരിച്ച ശേഷം മാത്രം അവസാനം വിളിച്ചു വരുത്തിയാൽ മതിയെന്നും അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും പോയാൽ മതി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വാഭാവിക ജാമ്യം ലഭിച്ച എൻ വാസുവിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ നോട്ടീസ് നൽകും.